ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്റർ സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വന്നേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയൊരു ചാപ്റ്റർ ആണ് ക്രിസ്മസ് എക്സാമിന്. നമ്മുടെ സിലബസ് പ്രകാരം 5 ചാപ്റ്റർ ഉണ്ട്. അതിൽ അവസാനത്തെ ചാപ്റ്റർ ആണ് ഈ സിവിക് കോൺഷ്യസ്നസ്. ഓക്കെ, സിലബസിൽ ഉണ്ടെങ്കിലും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇതിന് പ്രതീക്ഷിക്കേണ്ടതില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും, സിലബസിലുള്ളതുകൊണ്ട് മാത്രം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെയാണ് വരാറ്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവാനും സാധ്യതയില്ല. എന്നാലും നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല. ഈ ചാപ്റ്റർ കേട്ടിരുന്ന് പഠിക്കാൻ പറ്റിയതാണ് അല്ലേ. നമുക്ക് കേട്ടിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഇത്, ഈ 10ാമത്തെ പാഠം. 9ഉം 19 എന്നൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നമുക്ക് കേട്ടിരുന്ന് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത്, ഈ അവസാനത്തെ 3 ചാപ്റ്റർ. അപ്പോൾ ഇതങ്ങനെ വലിയ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് ഇത് ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്റർ ആയ സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് സിവിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, എന്താണ് പൗരബോധം എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് each citizen is for the society, each citizen is for the society, and genuine interest of the society are interest of the citizen, interest of the society, interest of the citizen. എന്താ ഇതിൽ പറയുന്നത് എന്താടാ, അതായത് ഓരോ വ്യക്തിയും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവ്. നമ്മൾ ഓരോ വ്യക്തികൾ അല്ലെ, നമ്മൾ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞാനൊരു വ്യക്തിയാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തികൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, സമൂഹത്തെ കൂടി കൺസിഡർ ചെയ്യണം, സമൂഹത്തെ കൂടി പരിഗണിക്കണം, സമൂഹത്തിന് മതിയായ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ സമൂഹത്തിന്റെ താല്പര്യങ്ങളായിരിക്കണം നമ്മുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ആ ഒരു തിരിച്ചറിവ് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന അത്തരം തിരിച്ചറിവുകളെയാണ് നമ്മൾ സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം എന്ന് പറയുന്നത്. അതായത് ഓരോ വ്യക്തിയും ഓരോ സിറ്റിസണും സമൂഹത്തിനും സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണെന്നും സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ താല്പര്യങ്ങളാണ് വ്യക്തിയുടെ താല്പര്യം, സിറ്റിസന്റെ താല്പര്യം എന്ന തിരിച്ചറിവിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം എന്ന് വിളിക്കുന്നത്. സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം എന്ന് നമ്മൾ അതിനെയാണ് വിളിക്കുന്നത് അല്ലെ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു വികസന പ്രവർത്തനം നടക്കുകയാണ്, സർക്കാർ ഒരു വികസന പ്രവർത്തനം നടത്തുകയാണ്. ഒരു മെട്രോയോ അല്ലെങ്കിൽ അതുപോലെ അനുബന്ധമായിട്ടുള്ള റോഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സർക്കാർ അർഹമായ നഷ്ടപരിഹാരം തരുമെന്ന് പറഞ്ഞിട്ടും സമൂഹത്തിൽ അത് വേണം, സമൂഹത്തിലെ താല്പര്യം അതാണെന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ അതിരിക്കെ നമ്മൾ നമ്മുടെ താല്പര്യം മാത്രം നോക്കി എന്റെ വീടും പറമ്പും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ്നസ് ഇല്ലാത്ത ആൾക്കാർ, പൗരബോധം ഇല്ലാത്ത ആൾക്കാർ. നമുക്കറിയാം, സമൂഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട സാധനമാണ് വികസനം, ഡെവലപ്മെന്റ്. അപ്പോൾ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും വികസനത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നമ്മളും വികസനത്തിന് വേണ്ടി നിലകൊള്ളണം. സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ വികസനത്തിനെതിരാണെങ്കിൽ നമ്മൾക്കും വികസനത്തിനെതിരാവാം. ഓക്കെ, സമൂഹത്തിന്റെ താല്പര്യം എന്താണോ ആ താല്പര്യങ്ങളായിരിക്കണം നമ്മുടെ താല്പര്യങ്ങൾ. ആ ഒരു തിരിച്ചറിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം എന്നത്. അപ്പോ അതങ്ങോട്ട് നോക്കി വെച്ചേക്കാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ഇതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കിന് ചോദിക്കും, വാട്ട് ഡു യു മീൻ ബൈ സിവിക് കോൺഷ്യസ്നസ് എന്ന് 1 മാർക്കിനായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കാനായിട്ട് പോകുന്നത്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. 2 മാർക്കിന്റെ ചോദ്യം. ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് 2 മാർക്കിന്റെ ചോദ്യം. എന്താ നോക്കിയേ, ഇൻ ദി ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് ഹ്യൂമൻ ബീങ്സ് വിൽ ബിക്കം സെൽഫിഷ്. എന്താടാ, സിവിക് കോൺഷ്യസ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പൗരബോധം ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് പൗരബോധം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ എന്തായി മാറും, സെൽഫിഷ് ആയി മാറും. അവൻ അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും, മറ്റുള്ളവരെ കൺസിഡർ പോലും ചെയ്യില്ല അല്ലേ. ആൻഡ് ആക്ടിവിറ്റീസ് വിൽ ബി ഫോർ ഹിസ് ഓൺ അച്ചീവ്മെന്റ്. പിന്നീട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യവും എന്തിനു വേണ്ടിയായിരിക്കും, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആ വ്യക്തിയുടെ വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് സോഷ്യൽ ലൈഫ് ഇൻ സച്ച് എ സൊസൈറ്റി. ദർ വിൽ ബി നോ പീസ് ഓർ സെക്യൂരിറ്റി. അപ്പോ ഒരു വ്യക്തി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ, സ്വന്തം വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ എന്തുണ്ടാവില്ല, സമാധാനവും ഉണ്ടാവില്ല, സുരക്ഷിതത്വവും സെക്യൂരിറ്റിയും ഉണ്ടാകില്ല. അപ്പോൾ അത്തരം സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ അതങ്ങോട്ട് നോക്കി വെച്ചേ. കാരണം നമ്മളൊക്കെ പൗരന്മാരാണ്, നമുക്കൊക്കെ പൗരബോധം ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരെ കൊന്നിട്ടായാലും ആർക്കെതിരെ പ്രവർത്തിച്ചിട്ടായാലും എനിക്ക് എന്റെ ലാഭം മാത്രം നോക്കിയാൽ മതി, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവില്ല. നമ്മൾ മറ്റൊരാളെ ഏത് വിധേനയും അപകടത്തിലാക്കാനും ഒരാളെ നശിപ്പിക്കാനും ഒരാളെ ഇല്ലാതാക്കാനും നമ്മൾ എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് സിവിക് കോൺഷ്യസ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പൗരബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. ക്ലിയർ അല്ലേടാ? അപ്പോ അതങ്ങോട്ട് നോക്കി വെച്ചേക്കാം, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സിവിക് കോൺഷ്യസ്നസ്. പൗരബോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം നോക്കി വെക്കാം. നമുക്കറിയാം ഫാമിലി ഉണ്ട്, അസോസിയേഷൻ കുടുംബമുണ്ട്, സംഘടനകൾ അസോസിയേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം രാഷ്ട്രീയ സമ്പ്രദായമുണ്ട്, മീഡിയ മാധ്യമങ്ങളുണ്ട്, ഡെമോക്രാറ്റിക് സിസ്റ്റം അഥവാ ജനാധിപത്യ വ്യവസ്ഥയുണ്ട്, സോഷ്യൽ സിസ്റ്റം സാമൂഹിക വ്യവസ്ഥയുമുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് കൂടി എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് എന്ത് ചെയ്ത് പോകണം, ഡിസ്കസ് ചെയ്ത് പോകണം. ഓക്കെ, ഒന്നാമത്തതാണ് ഫാമിലി. കുടുംബം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പൗരബോധം ഉണർത്തുന്നത്? ചോദ്യം വരാറുണ്ട്. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ഫാമിലി ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നസ് ഇൻ ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് കുടുംബം ഒരു വ്യക്തിയിൽ പൗരബോധം ഉണർത്തുന്നത് എന്ന ചോദ്യം പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോ അത് പഠിച്ചു വെക്കണം മക്കളെ, മറക്കരുത്. നോക്കിയേ, we learn to respect elders and to engage in social service from the primary social institution of family. നോക്കിയേ, നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കാനായാലും സമൂഹത്തിലെ പ്രവർത്തനങ്ങൾ ഇടപെടാനായാലും സാമൂഹിക പ്രവർത്തനങ്ങൾ ഇടപെടാനായാലും പഠിക്കുന്നത് എവിടെന്നാ? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്നാണ് നമുക്ക് അങ്ങനെ അത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിരുന്നത് ആരാ? നമ്മുടെ അച്ഛനും അമ്മയുമാണ്, നമ്മുടെ വീട്ടുകാരാണ്. അപ്പോ പല കാര്യങ്ങളും നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എവിടെന്നാ? വീട്ടിൽ നിന്നാണ്. അപ്പോ ഒരു വ്യക്തിയിൽ പൗരബോധം ഉണർത്തുന്നതിൽ കുടുംബത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ വലിയ പങ്ക് വഹിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അതാണ് നമ്മൾ പറഞ്ഞത്, മുതിർന്നവരെ ബഹുമാനിക്കാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ പഠിക്കുന്നത് എവിടെന്നാ? വീട്ടിൽ നിന്നാണ്. അപ്പൊ അത്തരം ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നുണ്ട്? വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. Family has an important role in fostering and maintaining sense of responsibility among its member. ഒരു വ്യക്തിയിൽ അവനിക്ക് ഉത്തരവാദിത്ത ബോധം നിർണ്ണയിക്കാനും അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനും അവന് ആ ഉത്തരവാദിത്തം അവൻ നിറവേറ്റാനും അതിൽ ഒരു റോൾ വഹിക്കുന്നത് ആരാ? അവന്റെ കുടുംബമാണ്. ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവാനും ആ ഉത്തരവാദിത്ത ബോധം അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് നിറവേറ്റാനും അവന് സാധിക്കുന്നത് എപ്പോഴാ? സാധിക്കുന്നത് ഫാമിലിക്ക് കൃത്യമായി അവന്റെ ലൈഫിൽ ഇടപെടാൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഫാമിലിക്ക് അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഓക്കെ, അടുത്താണ് ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഇൻസ്പിറേഷനും എൻകറേജ്മെന്റും അതൊക്കെ ഒരു വ്യക്തിയിൽ സിവിക് കോൺഷ്യസ്നസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പ്രോത്സാഹനം, വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം ചെറിയ കാര്യമല്ല. ചെറിയൊരു കാര്യം ചെയ്താൽ വീട്ടുകാരിൽ നിന്ന് വലിയ പ്രോത്സാഹനം കിട്ടുന്നു. ആ പ്രോത്സാഹനമൊക്കെ അവനിൽ പൗരബോധം വളർത്താൻ വലിയ രീതിക്ക് സഹായിക്കുന്നതാണ്. അടുത്തതാണ് കൺസെപ്റ്റ് ദാറ്റ് each individual is for the family and family is for the society should develop from the family atmosphere. ഓരോ വ്യക്തിയും ഫാമിലി കുടുംബത്തിനുള്ളതാണെന്നും കുടുംബം സമൂഹത്തിനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഫാമിലിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഓരോ വ്യക്തികളും കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ്, കുടുംബം സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ പറഞ്ഞു എല്ലാവരെയും പഠിപ്പിക്കണം. ഓക്കെ, അപ്പോ ഇത് പഠിച്ചു വെച്ചേക്കാ, ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് വിദ്യാഭ്യാസം പൗരബോധം വളർത്താൻ സഹായിക്കുന്നതാണ് ചോദ്യം. ഇതും നമുക്കൊരു 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രൈമറി എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു equip the individual to effectively utilize the knowledge he gained through the learning of different subjects for the betterment of society. Knowledge gained through learning, betterment of society. അതായത് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി പല വിഷയങ്ങൾ പഠിക്കുന്നതിലൂടെ നേടുന്ന അറിവ് സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തലാണ്. ഒരു വ്യക്തി നേടുന്ന അറിവ് സാമൂഹിക പുരോഗതിക്ക് സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കലാണ് എന്തിന്റെ ലക്ഷ്യം? വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഓക്കെ, എഡ്യൂക്കേഷൻ വിൽ ഹെൽപ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, സയന്റിഫിക് ടെമ്പർ എക്സെട്ര. ഒരു വ്യക്തിയിൽ വിദ്യാഭ്യാസം എന്തൊക്കെ വരുത്തുന്നുണ്ട്? വാല്യൂ കോൺഷ്യസ്നസ് മൂല്യബോധം, ടോളറൻസ് സഹകരണം അല്ലെങ്കിൽ സഹനശക്തി, ലീഡർഷിപ്പ് ക്വാളിറ്റി നേതൃപരമായ ഗുണങ്ങൾ, സയന്റിഫിക് ടെമ്പർ ശാസ്ത്രീയ ചിന്ത. ഇതൊക്കെ ഒരു വ്യക്തിയിൽ വളർത്തുന്നത് ആരാ?
നമ്മുടെ വിദ്യാഭ്യാസമാണ് അല്ലെ. ചെറുപ്പം മുതലേ നമ്മളെ പിടിച്ചിട്ട് സ്കൂളിൽ ടീച്ചർമാർ ലീഡർ ആക്കും. അപ്പോഴൊക്കെ നമുക്ക് ഒരു ലീഡർ ആകാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ഒരു കാര്യത്തെ നമ്മൾ വിചാരിക്കുന്ന പല അന്ധവിശ്വാസങ്ങളുണ്ട്. സൂര്യൻ കടലിൽ അസ്തമിക്കുന്നു, കടലിൽ താഴുന്നു, പിന്നെ മലയിൽ നിന്ന് പൊങ്ങി വരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് പഠിച്ചു സൂര്യൻ എന്ത് ചെയ്യുന്നില്ല, കടലിൽ പോയി താഴണില്ല. നമുക്ക് എന്താണ്, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നതാണ് നമുക്ക് മനസ്സിലായി. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റി ശാസ്ത്രീയ ചിന്തകൾ നമ്മൾ ഉണർത്താനും വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ എ യൂസ്ഫുൾ മാനർ ടു ദി സൊസൈറ്റി. വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സാമൂഹിക പുരോഗതിക്കായി ഉപയോഗപ്പെടുത്താൻ കഴിയും. വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലൂടെ നമുക്ക് ഒരാളെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാനും കഴിയും, ഒരാളെ ഉയർത്തണമെങ്കിൽ സമൂഹത്തിലെ പുരോഗതിയിലേക്ക് എത്തിക്കാനും കഴിയുന്ന സാധനമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ നമുക്ക് സാമൂഹിക പുരോഗതി സാധ്യമാക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച്. ഈ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ചിലൂടെ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ ഒരു വ്യക്തിയിൽ പൗരബോധം ഉണർത്താൻ സാധിക്കും. അപ്പോൾ ഇതും നോക്കി വെച്ചേക്കാം. സിമ്പിൾ ആണ്. ഇതൊക്കെ കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ, ഇനി കേൾക്കണമെന്നില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. അത്ര കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അടുത്തതാണ് മീഡിയ. Media plays an important role. Media plays an important role in the formulation of civic consciousness. പൗരബോധം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് മീഡിയ, മാധ്യമങ്ങൾ. Print and electronic media influence the society tremendously. അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും ന്യൂസ് പേപ്പറുകളായാലും വാർത്താ ചാനലുകളായാലും സോഷ്യൽ മീഡിയ ആയാലും ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നവയാണ്. സമൂഹത്തിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നവയാണ് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, പത്രമാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും. ഇനി ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ റീച്ച് ദി മാസസ് ത്രൂ മീഡിയ. ജനങ്ങളിലേക്ക് വാർത്തകളും വിവരങ്ങളും എത്തുന്നത് എന്തിലൂടെയാ? മാധ്യമങ്ങളിലൂടെയാണ്. ഇനി ജുഡീഷ്യസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഫോർമേഷൻ ലീഡ് ടു ദി ഫോർമുലേഷൻ ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്. വ്യക്തവും സ്പഷ്ടവുമായ ആശയങ്ങളാണ് അവർ നൽകുന്നതെങ്കിൽ നമുക്ക് ക്രിയാത്മകമായ ചിന്തകൾ നമ്മൾ ഉണർത്താൻ കഴിയും. ഒരു മാധ്യമത്തിന് ഒരു വാർത്തയെ സത്യമായിട്ടും റിപ്പോർട്ട് ചെയ്യാം, തെറ്റായിട്ടും റിപ്പോർട്ട് ചെയ്യാം. അത് മാധ്യമങ്ങളുടെ വിവേചനപരമായ അധികാരം ഉപയോഗിച്ച് അവർ ചെയ്യേണ്ടതാണ്. സത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിക്കുന്ന അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ധാർമ്മികതയുടെ മൂല്യമാണ്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷേ എല്ലാ മാധ്യമങ്ങളും അങ്ങനെയെല്ലാം നമുക്കറിയാം. സത്യം മാത്രമല്ല, റേറ്റിംഗിന് വേണ്ടി എന്ത് വാർത്തയും വളച്ചൊടിക്കാൻ അവരെന്താണ് തയ്യാറാണെന്ന് നമുക്കറിയാം. അപ്പോ അത്തരം മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഒരു ഐഡിയ, ക്രിയേറ്റീവായി ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചിന്തിച്ചെടുക്കാനും മനസ്സിലാക്കാനും ചെയ്യേണ്ടത് അല്ലെങ്കിൽ പറ്റുള്ളൂ. നമുക്ക് മാധ്യമങ്ങളിൽ കാണുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത രണ്ടാമതൊന്ന് ചിന്തിച്ച ശേഷം മാത്രമേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശ്വസിക്കാനായി സാധിക്കുള്ളൂ. അപ്പോൾ ജുഡീഷ്യസ് ആൻഡ് ക്രിയേറ്റീവ് ഒബ്ജക്റ്റീവ് ഇൻഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ക്രിയേറ്റീവ് ഐഡിയാസ് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ്, മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ. മാധ്യമങ്ങൾ സ്വതന്ത്രരായിരിക്കണം. ആരും പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ആളുകളായി മാറരുത് ആര്? മാധ്യമങ്ങൾ. ഇംപാർഷ്യൽ, ഒരാളോടും പ്രത്യേക പാർഷ്യാലിറ്റി കാണിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ വ്യക്തിയോടോ ആളുകളോടോ സംഘടനയോടോ അനുകമ്പ കാണിക്കേണ്ടവരല്ല മാധ്യമങ്ങൾ. അവർ നിഷ്പക്ഷമായി നിലനിൽക്കണം, അവർ സ്വതന്ത്രരായി നിലനിൽക്കണം. ഇനി മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, വിലയിരുത്തണം. ഒരു വിലയിരുത്തലും കൂടാതെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ പൗരബോധം ഉണ്ടാവില്ല. മറിച്ച് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സത്യമേത് തെറ്റേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ പൗരബോധം വളർത്താൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അപ്പോ ഇതൊക്കെ അങ്ങോട്ട് നോക്കി വെച്ചേക്കാം. ഇതൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. നമുക്കറിയാം ഇപ്പൊ എന്തോരം കള്ളവാർത്തകൾ അല്ലെങ്കിൽ നുണയായ വാർത്തകളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പടച്ചു വിടുന്നുണ്ടെന്നും ഇറക്കി വിടുന്നുണ്ടെന്നും നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വലുതാക്കി എഴുതാൻ പറ്റും. എന്തായാലും 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. ഇതൊക്കെ തന്നെ എഴുതിയാലും മാർക്ക് കിട്ടും. നിങ്ങൾ ഇനി കയ്യിൽ നിന്നിട്ടൊന്നും അധികം എന്ത് ചെയ്യേണ്ടി വരില്ല, എഴുതേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അടുത്തതാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ഓക്കെ, ഡെമോക്രസി ഈസ് ഇനെവിറ്റബിൾ കമ്പോണന്റ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. പൗരബോധത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഇത് ജനാധിപത്യം. ഡെമോക്രസി ഈസ് ദി ബേസ് ഓഫ് ഓൾ അതർ കമ്പോണന്റ്സ് വിച്ച് ഹെൽപ് ടു ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. പൗരബോധം വളർത്തുന്നതിന് ബാക്കി എല്ലാ കാരണങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഓക്കെ, മാധ്യമങ്ങളായാലും ഫാമിലി ആയാലും കുടുംബമായാലും അസോസിയേഷൻ ആയാലും ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മക്കളെ ഏതാണ്? ജനാധിപത്യമാണ്.
ഡെമോക്രസിയാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ എ ഫോം ഓഫ് ഗവൺമെന്റ്. അതായത് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു രീതി മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള രീതി മാത്രമായിട്ട് ജനാധിപത്യത്തെ കാണുന്നത് ശരിയല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. ഓക്കെ, ഇനി ലിവിങ് ഇൻ കോപ്പറേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ഡെമോക്രാറ്റിക് സൊസൈറ്റി. നമ്മൾ സഹകരണത്തോടെ ജീവിക്കുന്നത് ജനാധിപത്യ സമൂഹം നിലനിൽക്കുന്നതിന് അത്യാവശ്യമാണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? യെസ്. അടുത്തതാണ് മൊറാലിറ്റി. എന്താണ് ധാർമ്മികത? നോക്കിയേ, എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്. തെറ്റിൽ നിന്ന് ശരി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശരി തിരഞ്ഞെടുക്കാൻ മനസ്സിലാക്കാനുള്ള കഴിവ്. എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്. തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന് നല്ലത്, നന്മ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആ ഒരു കഴിവ്. ആക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അതിൽ നല്ലതും ചീത്തവും തിരിച്ചറിയൽ മാത്രമല്ല, നല്ലതിനെ സ്വീകരിക്കുകയും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നിറവേറ്റുന്നതിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? മൊറാലിറ്റി അഥവാ ധാർമ്മികത എന്ന് വിളിക്കുന്നു. അതെന്തായാലും ഉണ്ടായിരിക്കേണ്ട സാധനമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ട സാധനമാണ് മക്കളെ എന്ത്? മൊറാലിറ്റി. സിവിക് കോൺഷ്യസ്നസ്. പൗരബോധമുള്ളവർക്കല്ല, പൗരബോധമില്ലാത്തവരായാലും വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ സാധനമാണ് മൊറാലിറ്റി. ഇനി നമ്മുടെ പൗരബോധം നേരിടുന്ന മെയിൻ ചലഞ്ച്, പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ചാൽ എന്താ? നോക്കിയടാ, മൈൻഡ് സെറ്റ് ടു ഡു എനിത്തിങ് ഫോർ ദി സേക്ക് ഓഫ് വൺസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് ബൈ നെഗേറ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ്. സമൂഹത്തിലെ താല്പര്യങ്ങളെ മറികടന്ന് വ്യക്തി താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത്? നമ്മുടെ പൗരബോധം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ എന്റെ സ്വന്തം കാര്യം മാത്രം നോക്കുക, സമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഒഴിവാക്കി വിടുക, അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് എന്ത്? പൗരബോധം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് പൗരബോധമുള്ള ഒരു വ്യക്തി ഒരു സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, അടുത്തതാണ് എങ്ങനെയാണ് പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുക? ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിറ്റിക്കലി. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തണം. ഞാൻ എന്തൊക്കെ ശരി ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം. അങ്ങനെ ചെയ്യുന്ന തെറ്റുകളെ നമ്മുടെ തെറ്റുകളെ തന്നെ നമ്മൾ തന്നെ വിമർശിക്കണം. വിമർശനാത്മകമായി നമ്മുടെ പ്രവർത്തികൾ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം ന്യായമുണ്ട്, നല്ലതുണ്ടെന്ന് ചിന്തിച്ചു നോക്കണം. should work for one's interest without going against public interest. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, പക്ഷെ അതൊരിക്കലും എന്താവാൻ പാടില്ല? സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാവാൻ പാടില്ല. Be the change which you expect from others. നമ്മൾ മറ്റൊരാളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ സ്വഭാവത്തിൽ ആദ്യം കൊണ്ടുവരണം. നമ്മൾ മറ്റൊരാളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, ആൾ എന്നോട് എങ്ങനെയാണോ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം. അടുത്തതാണ് ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൻ ടു ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങൾക്ക് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചെടുക്കാൻ ഭയങ്കര ചങ്കൂറ്റമാണ് അല്ലേ? എനിക്ക് ഇന്ന അവകാശങ്ങൾ, എന്റെ അവകാശം കിട്ടണമെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെയല്ല, ഡ്യൂട്ടീസിനായാലും റൈറ്റ്സിനായാലും അവകാശങ്ങൾക്കായാലും കർത്തവ്യങ്ങൾക്കായാലും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. അവസാനത്തതാണ് നമ്മൾ ജനാധിപത്യപരമായി പെരുമാറണം. നമ്മൾ ജനാധിപത്യപരമായി ഡെമോക്രാറ്റിക്കലി പെരുമാറാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് ഇത്തരം വഴികളിലൂടെയാണ് പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് മറികടക്കാൻ കഴിയുക. ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ. അടുത്തതാണ് എങ്ങനെയാണ് സമൂഹശാസ്ത്ര പഠനം, സോഷ്യൽ സയൻസ് ലേണിംഗ് സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം വളർത്താൻ സഹായിക്കുന്നത്. equip the individual to respect diversity and to behave with tolerance. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും അത് സഹിഷ്ണുതയോടെ കണ്ട് പെരുമാറാനും നമ്മളെ പ്രാപ്തരാക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്, സമൂഹശാസ്ത്രമാണ്. സമൂഹശാസ്ത്രം പഠിക്കുന്നതിലൂടെ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുന്നു. അതാണ് മെയിൻ കാരണം. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നതിലൂടെ, സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുന്നു. അടുത്തതാണ് helps to understand different context of പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. നോക്കിയേ, സമൂഹത്തിൽ രാഷ്ട്രീയപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരു സോഷ്യൽ സയൻസ് ലേണറിന്, സമൂഹശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും സാമൂഹിക പ്രശ്നങ്ങളായാലും സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങളായാലും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത് സാമൂഹ്യശാസ്ത്ര പഠനമാണ്. ഓക്കെ, equip the individual to suggest comprehensive solution to different problem. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നത് സമൂഹശാസ്ത്രമാണ്. ഇനി disseminate the message of
പീസ് ആൻഡ് കോപ്പറേഷൻ ടു ദി സൊസൈറ്റി. സമൂഹത്തിൽ സഹകരണത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു. സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അടുത്താണ് മേക്ക് ദി ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ്നസ് ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് ബൈ ഫാമിലറൈസിംഗ് ദി ഐഡിയൽ മോഡൽസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. അതായത് റോൾ മോഡൽസ്, ഇപ്പൊ മദർ തെരേസ, APJ അബ്ദുൽ കലാം, നമ്മുടെ കല്ലേൻ പൊക്കുടൻ, അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ബാക്കിയുള്ളവർക്ക് റോൾ മോഡലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പോലെ പ്രവർത്തിക്കാൻ സമൂഹത്തെ പ്രാപ്തരാക്കുന്നതും എന്താണ്? സിവിക് കോൺഷ്യസ്നസ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ പെട്ടെന്ന് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.